പാലക്കാട് കാടിൻ്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം. ഈ കാണുന്ന മുള കൊണ്ടുണ്ടാക്കിയ പാലം കടന്നു വേണം ആ വെള്ളച്ചാട്ടത്തിലെത്താൻ. ഒപ്പം കാഞ്ഞിരപ്പുഴ ഡാം പോയതും അവിടുത്തെ വിശേഷങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പാലക്കാടുള്ള മീൻവെള്ളം വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ 1.5 കിലോമീറ്റർ മുൻപേ ആയിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ ടിക്കറ്റ് കൗണ്ടർ അധികം ശ്രദ്ധിക്കപ്പെടില്ല. അതുകൊണ്ട് വരുന്നവർ അവിടെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് മീൻവെള്ളം വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലോട്ട്. അങ്ങനെ നമ്മൾ മീൻവെള്ളം വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെത്തി. ഈ കാണുന്ന വെള്ളം കടന്ന് വേണം നമുക്ക് എൻട്രൻസിലോട്ട് പോകാൻ വേണ്ടി. ഈ ഒരു വഴി മാത്രമാണ് എൻട്രൻസിലോട്ടുള്ളത്. എൻട്രൻസിൻ്റെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് അല്ല. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നെത്തുന്നത് ഈ റിവർ ക്രോസിംഗ് ഏരിയയിലോട്ടാണ്. ഇത് കടന്നു വേണം നമുക്ക് മീൻവെള്ളം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്താൻ വേണ്ടി. ഇനി മഴക്കാലത്ത് ഈ വഴി നമുക്ക് പോകാൻ പറ്റില്ല, കാരണം വെള്ളം കൂടുതലായിരിക്കും. മഴക്കാലത്ത് പോകാൻ വേണ്ടി മുള കൊണ്ട് നിർമ്മിച്ച ഒരു പാലമുണ്ട്. ആ വഴി വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി. ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന പാലമാണത്. ഇതാണ് മുള കൊണ്ട് നിർമ്മിച്ച പാലം. ഈ പാലം കടന്നു വേണം നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് എത്താൻ വേണ്ടി. മഴക്കാലമാകുമ്പോൾ ഈ വഴി മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. വീതി കുറവായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ വേണ്ടി. കാടിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു മുള കൊണ്ടുണ്ടാക്കിയ പാലവും അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന വെള്ളവും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നന്നായി ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്, കാരണം താഴെ ഒരുപാട് പാറക്കല്ലുകളാണുള്ളത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചില്ലയിൽ പോയി തട്ടുകയും ചെയ്തു. എന്താണെങ്കിലും ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കാൻ ഒരു രസം തന്നെയാണ്. മൈൻഡെല്ലാം ഒത്തിരി റിലാക്സ്ഡ് ആകും. ഒച്ചയും ബഹളും ഒക്കെ മാറി ഒരു സമാധാനമായിട്ടുള്ള സ്ഥലം. കാടിൻ്റെ ഒച്ചയും കിളികളുടെ ഒച്ചയും ഈ വെള്ളം ഒഴുകുന്നത് കാണാനും ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയുന്നില്ലായിരുന്നു. ഇടയ്ക്ക് കാലിൽ മീൻ വന്ന് കൊത്തുന്നത് കാണാം. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഒരു വട്ടം നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കൂ, പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെല്ലാനേ തോന്നുള്ളൂ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് നമുക്കിനി വെള്ളത്തിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാം. ഇപ്പം വലിയ ആഴമൊന്നുമില്ല, ചെറിയ ആഴമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കുളിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളത് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് നേരെ മീൻവെള്ളം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നടക്കാം. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതാണ് ഇവിടുത്തെ മൈക്രോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. അതായത് മീൻവെള്ളം വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുവാണ്. ഈ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള പെർമിഷൻ അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായി. എൻട്രൻസിൽ നിന്ന് ചെറിയൊരു ദൂരമേ നടക്കാനുള്ളൂ. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു വെള്ളം വളരെ കുറവാണെന്ന്. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ ഇറങ്ങാനോ പറ്റില്ല. ഇവിടെ മുള കൊണ്ടൊരു വേലി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വെള്ളം ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾ വരുമ്പോൾ വെള്ളമുള്ള സമയം നോക്കി വരാൻ ശ്രമിക്കുക. എന്താണേലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ്. കുറച്ചു നേരം ഈ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞാൻ ഇനി മടങ്ങുവാണ്. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം വരാനായിട്ട് നോക്കുക. ഇനി നമ്മൾ പോകുന്നത് പാലക്കാടിലെ മറ്റൊരു അട്രാക്ഷനാണ്. അതാണ് കാഞ്ഞിരപ്പുഴ ഡാം. മീൻവെള്ളത്തിൽ നിന്ന് 3/4 മണിക്കൂറാണ് കാഞ്ഞിരപ്പുഴ ഡാമിലോട്ടുള്ള ദൂരം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാം. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ചാർജാണ് കൊടുക്കേണ്ടത്. കാഞ്ഞിരപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കാഞ്ഞിരപ്പുഴ അണക്കെട്ടും അതിനോട് ചേർന്നുള്ള കാഞ്ഞിരപ്പുഴ ഉദ്യാനവും പിന്നെ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന വാക്കോടൻ മലയും തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും. വൈകുന്നേരമെല്ലാം ഒന്ന് വിശ്രമിക്കാനും കുടുംബമായി വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. വലിയൊരു ഏരിയയിലായതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നാലും ഒരു തിരക്ക് നമുക്ക് തോന്നില്ല. ഒത്തിരി നേരം ചെലവഴിക്കാനായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലം കൂടെയാണിത്. കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. ഒത്തിരി കുട്ടികളെ യൂണിഫോമിൽ കാണാം. സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു.
എല്ലാ വയസ്സിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഈ മരം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിനോട് ചേർന്ന് ഒരു സ്റ്റേജുമുണ്ട്. ഈ പാർക്കിൻ്റെ സൈഡിൽ നിന്നാൽ ഡാമിൻ്റെ ഷട്ടർ ഏരിയ കാണാം. വൈകുന്നേരമുള്ള സമയമായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാനായിട്ട് പറ്റുക. വെയിലുള്ള സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് കേട്ടു, നമുക്കതൊന്ന് പോയി നോക്കാം. ഇവിടെ പെഡൽ ബോട്ട്, കിഡ്സ് ബോട്ട്, ഫാമിലി ബോട്ട് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു ആക്ടിവിറ്റി തന്നെയാണത്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഏരിയ. കുട്ടികളുടെ പെഡൽ ബോട്ടാണ് ഇവിടെ ഉള്ളത്. ഇനി റിഫ്രഷ്മെൻറ്റിനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. സ്നാക്സും ഐസ്ക്രീമും അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. 4 മണിക്കുള്ള ഒരു ചായ ഒഴിവാക്കാൻ പറ്റാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ചായ മേടിച്ച് കുടിച്ചു. ഇനി നമുക്ക് ഡാമിൻ്റെ ഏരിയയിലോട്ടേക്ക് പോവാം. പാലക്കാടുള്ള ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസസിലെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാം. താഴെ നിന്ന് അത്യാവശ്യം സ്റ്റെപ്സ് കയറാനുണ്ട് മുകളിലെത്താൻ വേണ്ടി. സ്റ്റെപ്പിൻ്റെ എണ്ണം കണ്ട് നിങ്ങൾ ഡാമിൻ്റെ ഈ ഭാഗം കാണാതെ പോകരുത്. മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണിത്. നേരെ കാണുന്നത് വാക്കോടൻ മലയാണ്. ഈ ഡാമിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ അതിവിടെ തന്നെ വരണം. ഒത്തിരി നേരം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണിത്. ഒരു മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ് എൻ്റെ മുന്നിൽ നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ പാലക്കാട് ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ 2 സ്ഥലം ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടാറ്. നിങ്ങൾക്കും അങ്ങനെയാണോ? അറിയാനൊരാഗ്രഹം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സൂര്യൻ്റെ വെളിച്ചം വന്ന് വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ കണ്ട 2 സ്ഥലവും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങളും മറക്കാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം.